എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ LD ക്ലർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിലെ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഏതാണ് ശരിയായിട്ടുള്ളത്? ഇതിലെ പൈതൃകം എന്നാണ് അല്ലെ? അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ളത്? ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ വാക്യം ഏത്? വാക്യങ്ങൾ വായിച്ചു നോക്കുക. ആൻസർ ഏതാണ് വരിക? ദിവസവും രാവിലെ വ്യായാമം ചെയ്യണം എന്നാണ്. ഇവിടെ എല്ലാ ദിവസം തോറും എന്ന് വേണ്ട, പിന്നെ എല്ലാ ദിവസവും രാവിലെ വ്യായാമം ചെയ്യണം എന്ന് പറഞ്ഞാൽ ശരി. ദിവസവും രാവിലെ തോറും, ദിവസവും രാവിലെ വ്യായാമം തോറും വേണ്ട, പിന്നെ എല്ലാ ദിവസവും രാവിലെ തോറും, എല്ലാ ദിവസവും രാവിലെ വ്യായാമം ചെയ്യണം. ഈ തോറും ആവശ്യമില്ല. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പാഷൻ എന്ന പദത്തിന്റെ മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക. ആൻസർ ഏതാണ് വരിക? അനുകമ്പ. കമ്പാഷൻ, അനുകമ്പ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റപ്പദമാക്കുക. പ്രമാണം സംബന്ധിച്ചത്. പ്രാമാണികം. പ്രമാണം സംബന്ധിച്ചത് പ്രാമാണികം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കുതിരയുടെ പര്യായമല്ലാത്തത് ഏത്? കുതിര പര്യായമല്ലാത്തത് ഏതാണ് വരിക? പികം. കോകിലം, പികം അല്ലെ? കുയിലാണ് കോകിലം, പികം. അശ്വം, തുരങ്കം, തുരങ്കം, പിന്നെ ഹയം, ഇതൊക്കെ കുതിരയുടെ പര്യായമാണ്. പിന്നെ എന്താണ്? സഫലം വിപരീത പദം ഏത്? സഫലത്തിന്റെ വിപരീതം എന്താ പറയാ? വിഫലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആവശ്യം കഴിഞ്ഞാൽ അവഗണിക്കുക എന്നർത്ഥം വരുന്ന ശൈലി. ആൻസർ സി, കറിവേപ്പില പോലെ. കറിവേപ്പില ആവശ്യം കഴിഞ്ഞാൽ നമ്മളൊക്കെ എടുത്ത് കളയൂ അല്ലെ? അതേപോലെ ആവശ്യം കഴിഞ്ഞാൽ അവഗണിക്കുക എന്ന് പറയുന്നത് കറിവേപ്പില പോലെ എന്നുള്ളതാണ്. അഖം എന്ന പദത്തിന്റെ അർത്ഥം വരുന്നത്. ആൻസർ എന്താ വരിക? പി ആണ്, പാപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആ പ്ലസ് കാലം ചേർത്തെഴുതിയാൽ. ആ പ്ലസ് കാലം അക്കാലം അല്ലെ? ദ്വിത്വം വരും, ദ്വിത്വസന്ധി, അതായത് കാരം ഇരട്ടിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമ്പാദകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം. ആൻസർ എന്താ വരിക? സമ്പാദിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് നോക്കാം. എന്തൊരത്ഭുതം. പിരിച്ചെഴുതുക. എങ്ങനെയാണ് പിരിച്ചെഴുതുക? എന്ത് പ്ലസ് ഒരത്ഭുതം, എന്തൊരത്ഭുതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേദോപനിഷത്തുക്കൾ സമാസം ഏത്? ഏത് സമാസാണ് പറയാ? ദ്വന്ദ്വ സമാസമാണ് അല്ലെ? വേദോപനിഷത്തുക്കൾ, വേദങ്ങളും ഉപനിഷത്തുക്കളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പദം ഏത്? ആൻസർ സി, ജഗത്രയം. സി ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യന് ഒരു ആമുഖം ആരുടെ നോവലാണ്? ആൻസർ എ, സുഭാഷ് ചന്ദ്രൻ. താഴെ പറയുന്നവയിൽ കഥകളിക്ക് ഉപയോഗിക്കാത്ത വാദ്യം. ആൻസർ സി, ഗഞ്ചിറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറങ്ങി പ്ലസ് പോയി, ഇറങ്ങിപ്പോയി, ഏത് സന്ധിയാണ്? പകാരം ഇരട്ടിച്ചു അല്ലെ? അപ്പൊ എങ്ങനെയാണ് വരിക? ദ്വിത്വസന്ധിയാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേന കൊണ്ട് എഴുതി, ഈ വാക്യത്തിലെ കൊണ്ട് ഏതിൽ പെടുന്നു? ഗതിയാണ്. കൊണ്ട് എന്നുള്ളത് ഗതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, AR രാജരാജവർമ്മയുടെ വിയോഗത്തിൽ മനംനൊന്ത് കുമാരനാശൻ എഴുതിയ കൃതി. ആൻസർ ബി, പ്രരോദനം. MT വാസുദേവൻ നായരുടെ രണ്ടാം ഊഴത്തിലെ കേന്ദ്ര കഥാപാത്രം. ആൻസർ സി, ഭീമൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഇംഗ്ലീഷ് ആണ്. ഇഫ് ഹി വർക്ക് ഹാർഡ് ഹി ഡാഷ് ഇൻ ദ എക്സാം. He will pass in the exam. Are you looking for dash shampoo? Are you looking for the shampoo, a particular shampoo? Next question, the cake taste dash. Delicious. Next question, let us go for a walk. എങ്ങനെയാണ് ടാഗ് ഉണ്ടാക്കുക? Let us go for a walk. Shall we? അല്ലേ? Next question, the leader as well as his brothers dash to the same tribe. Answer C ആണ് belongs. Next question, pick out the correct reported speech for the following direct speech. Teacher asked who is talking in the class. എങ്ങനെയാണ് എഴുതുക? Teacher asked who was talking in the class. A ആണ് answer. Next question, write the meaning of the idiomatic expression underline. He got home from the party all in one piece. Answer എന്താണ് വരിക? Safely. Next question, the boy asked a difficult question. Change into passive voice. A difficult question dash by the boy. A difficult question was asked by the boy. Next question, you dash be kidding. How is that possible? You must be kidding. How is that possible? Next question, my wedding ring is a bit dash. I need to get altered. My wedding ring is a bit loose. I need to get altered. Next question, choose the antonym, substitute the underlined word. The speaker was unable to pacify the crowd. Answer എന്താ വരിക? Excite. EXCIT. Excite. Next question, ex officio means. Answer D, out of duty. Next question, a person who deliberately set fire to a building. Answer C, arsonist. Next question, would you dash go shopping dash spend at the beach? Answer എന്താണ് വരിക? Would you rather go shopping or spend at the beach? Rather or. Next question, choose the correct comparison. Answer എന്താ വരിക? John is wiser than all other men. അല്ലേ? Comparative degree അങ്ങനെയാണ് വരിക. Next question, choose the correct phrasal verb. We pay a rupees 10,000 deposit. Answer B, put down. Next question, Edward ate dash the throne of the United Kingdom. Answer abdicate. Next question, which sentence is correct? Answer എന്താണ് വരിക? Alex hit the baseball over the fence. Next question, choose the correct plural for the word choice. Answer choices. Next question, change the following assertive sentence into an interrogative sentence. That pie can feed 8 people. Interrogative എങ്ങനെയാണ് ആക്കണത്? Interrogative ആവുമ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരണം അല്ലേ? Can that pie feed 8 people? അപ്പോൾ സി ആണ് ആൻസർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.